സ്വാമിജി, നമ്മുടെ തൊട്ടയൽ രാജ്യമായ ബംഗ്ലാദേശിൽ നടക്കുന്ന അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ വലിയ ദുഃഖമുളവാക്കുന്നതാണ്, ഞെട്ടിക്കുന്നതാണ്. കൃത്യമായിട്ടും അവിടെ ഒരു ന്യൂനപക്ഷ വേട്ട എന്നല്ല പറയേണ്ടത്, ഹിന്ദു വേട്ട അരങ്ങേറുകയാണ്. ഈ വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങളെല്ലാം അപലപിക്കുകയും ബംഗ്ലാദേശ് ഭരണകൂടത്തോട് നടപടിയെടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു ഹിന്ദു യുവാവിനെ മതനിന്ദ ആരോപിച്ച് പോലീസും ഉന്നത അധികാരികളുമൊക്കെ നോക്കി നിൽക്കെ ജനക്കൂട്ടം, ആൾക്കൂട്ടം മർദ്ദിച്ച് കൊന്ന് ഒരു മരത്തിൽ കെട്ടിവെച്ച് തീ കൊളുത്തി. എന്നാൽ മതനിന്ദ നടന്നിട്ടില്ലെന്നും അതിനുള്ള യാതൊരു തെളിവുകളില്ലെന്നും ആണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത്. എന്താണ് ഈ ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇക്കാര്യത്തിൽ നമ്മുടെ കേന്ദ്ര സർക്കാരിന് എന്താണ് ചെയ്യാനുള്ളത്? പൊതുവെ കേന്ദ്രം ഇക്കാര്യത്തിൽ ഒരു ഉദാസീനത കാണിക്കുന്നതായിട്ട് ആക്ഷേപവും ആരോപണവും ഉണ്ട്. ഹിന്ദു സംഘടനകൾക്ക് ഇക്കാര്യത്തിൽ വലിയ ആശങ്കയും പരാതിയുമുണ്ട്. ഇക്കാര്യത്തെക്കുറിച്ച് അങ്ങയുടെ ഒരു വിശകലനത്തിൽ എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? ഇപ്പോഴ് ബംഗ്ലാദേശിൽ നടക്കുന്നതിൽ രണ്ട് സംവിധാനങ്ങൾക്ക് റോളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട റോൾ ISIക്കാണ്, പാകിസ്ഥാൻ ചാര സംഘടനയായിട്ടുള്ള ISIക്കാണ് ഉള്ളത്. ഇപ്പോഴ് ബംഗ്ലാദേശിന്റെ ഭരണ സംവിധാനം യൂനുസിനെ കേന്ദ്രീകരിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്കറിയാം. യൂനുസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴ് ഭരണ കൈമാറ്റം താല്പര്യപ്പെടുന്നില്ല. അഥവാ ഒരു തെരഞ്ഞെടുപ്പ് നടത്തി ഭരണം മാറുകയാണെങ്കിൽ തനിക്ക് അതിൽ നിർണായക സ്ഥാനം വേണം എന്നുള്ളത് അദ്ദേഹം താല്പര്യപ്പെടുന്നുമുണ്ട്. അതിന് ഉപോത്ബലകമായിട്ട് അല്ലെങ്കിൽ അത് തെളിയിക്കുന്നതിന് വേണ്ടിയിട്ട്, സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ഹിന്ദു വിദ്രോഹ പ്രവർത്തനങ്ങളും നിലപാടുകളും വാക്കുകളും ഒക്കെയായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെയൊക്കെ പിൻപറ്റുന്ന സാധാരണഗതിയിലുള്ള ആളുകൾ ഇതിനനുസരിച്ച് വയലൻസിന്റെ അങ്ങേ അറ്റത്തേക്കും പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഹിന്ദു വിരുദ്ധമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കേണ്ടതുണ്ട്. അപ്പൊ ഹിന്ദു വിരുദ്ധമായിട്ട് ഒരു നിലപാട് ഒരു രാഷ്ട്രീയ കക്ഷി എടുക്കുമ്പോൾ ഞാൻ അവന്റെ അപ്പനാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള നിലപാടാണ് യൂനുസിനെ കേന്ദ്രീകരിച്ചുള്ള ഘടകങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരുന്നത്. യൂനുസിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾക്കെല്ലാം പിന്നിൽ നിൽക്കുന്നത്. ഇനി ഭാരതത്തിലേക്ക് എത്തിയാൽ, ഭാരതത്തിന് മനുഷ്യാവകാശം എന്നുള്ളൊരു വിഷയമോ അയൽ രാജ്യം എന്നുള്ളൊരു വിഷയമോ മാത്രമല്ല ഈ ഒരു വിഷയം. പാർട്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്രപരമായിട്ടുള്ള ഉത്തരവാദിത്വം ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ മേലെ ഭാരതത്തിനുണ്ട്, പാകിസ്ഥാനിലെ ഹിന്ദുക്കളുടെ മേലെ ഭാരതത്തിനുണ്ട്. ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും ആൾപേരായിട്ട് അവിടെ ഭൂമിയും അതുപോലെ തന്നെ തുകയും കൈമാറിയിട്ടുള്ള രാജ്യമാണ് ഭാരതം. ആ തുക കൈമാറുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മഹാത്മാഗാന്ധിയുടെ സത്യാഗ്രഹത്തെ കുറിച്ചൊക്കെ ചരിത്രം പഠിച്ച ആളുകൾക്ക് ബോധ്യമുണ്ട്, അറിയാം. അതുപോലെ തന്നെ അവിടെയുള്ള ഹിന്ദുക്കൾക്കൊക്കെ ഇങ്ങോട്ടേക്ക് വരാനുള്ള അവകാശവുമുണ്ട് ഏത് കാലഘട്ടത്തിലും. ഇത് ചരിത്രപരമായിട്ടുള്ള അവരുടെ അവകാശമാണ്. അത് പിൽക്കാലത്ത് അതിന്റെ ഒരു അപ്രായോഗികത, ഈ മൂവ്മെന്റ്സിന്റെ അപ്രായോഗികത പിന്നീട് ബോധ്യപ്പെട്ടിട്ടാണ് പിന്നീട് പാകിസ്ഥാനുമായിട്ട് ലിയാഖത്ത് പാക്ട് ഒക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ പോലും അവരുടെ മേലെയുള്ള നമ്മുടെ സംരക്ഷണാവകാശം നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷെ ആ ചരിത്രപരമായിട്ടുള്ള നമ്മുടെ ഉത്തരവാദിത്വം പാലിക്കാത്ത ഒരു സാഹചര്യത്തിലാണ്, പ്രതിസന്ധിയിലാണ് നമ്മളുള്ളത്. ഇത് ബംഗ്ലാദേശിൽ മാത്രമല്ല, ബംഗാളിൽ ഇതുപോലെയുള്ള ഹിന്ദു സമൂഹം പരക്കെ വ്യാപകമായി വേട്ടയാടപ്പെട്ടപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച മറ്റുള്ള ഇടപെടൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, കേന്ദ്ര ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ കാര്യങ്ങളിൽ ഭാരതത്തിലെ എല്ലാ ഹിന്ദു സംഘടനകൾക്കും വലിയ വേദനയുണ്ട്. ആ വേദനയുടെ, ആശങ്കയുടെ ഏറ്റവും മിതമായിട്ടുള്ള ഒരു പ്രതിഫലനം കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സർസംഘചാലയജിയിൽ നിന്ന് ഉണ്ടായി. കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കുമെന്നാണ് കരുതുന്നത്. ഇപ്പോൾ തന്നെ ശ്രദ്ധിച്ചിരിക്കുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഒരു നിരീക്ഷണം ആദരണീയ സർസംഘചാലയജിയിൽ നിന്ന് ഉണ്ടായി എന്നുള്ളത് കേന്ദ്ര സർക്കാർ ഗൗരവത്തിൽ തന്നെ എടുക്കേണ്ടതാണ്. നമ്മുടെ ചരിത്രപരമായിട്ടുള്ള ഉത്തരവാദിത്തമാണ്. അല്ലാതെ ഒരു മനുഷ്യാവകാശ പ്രശ്നത്തിൽ ലോകത്തിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു അയൽ രാജ്യത്ത് നടക്കുന്ന ഒരു പ്രശ്നമല്ല. അത് സംരക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ ആളും അർത്ഥവും സേനയും അതുപോലെ വിദേശകാര്യ നയവും സംവിധാനവും എല്ലാം സമ്പത്തും ഉപയോഗിച്ച് അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് സംരക്ഷിക്കപ്പെടുന്നില്ല എന്ന് കഴിഞ്ഞ
അവിടെ നടന്ന കലാപത്തിൽ നമുക്ക് ബോധ്യപ്പെട്ടു. അതെ. ഈ കലാപത്തിൽ നമുക്ക് അത് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നു. അത് വളരെ വേദനാജനകമായിട്ടുള്ള കാര്യമാണ്. അതിന് ഒരുപാട് പ്രതിസന്ധികളൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷേ ഭാരതത്തിന് ആഗോള തലത്തിൽ തന്നെ ഇന്ന് പഴയതിനേക്കാളും ശബ്ദമുണ്ട് എന്നുള്ളതും സ്വീകാര്യതയുണ്ട് എന്നതും, പ്രത്യേകിച്ച് നരേന്ദ്രമോദിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വ്യാപകമായിട്ടുള്ള പിന്തുണയുണ്ട് എന്നുള്ളതും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹത്തിന് ഈ കാര്യങ്ങൾ വളരെ എളുപ്പമായിട്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റിയേക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇതുവരെയായിട്ടും നമുക്ക് ആശാവഹമായിട്ടുള്ള ഒരു സാഹചര്യം, പുരോഗതി ഉണ്ടായിട്ടില്ല. ഇത് വളരെയധികം വേദനിപ്പിക്കുന്ന കാര്യമാണ്. അവിടെയുള്ള എത്ര ക്ഷേത്രങ്ങളാണ് തകർത്തെറിഞ്ഞു കളഞ്ഞത്, ആശ്രമങ്ങളാണ് തകർത്തെറിഞ്ഞത്. കഴിഞ്ഞ ദിവസം പച്ചയ്ക്ക് തീ കൊളുത്തിയ ഒരു പാവപ്പെട്ട ദിബു ചന്ദ്രദാസ് ഉണ്ട്. ദിബു ചന്ദ്രദാസിന്റെ കാര്യം, ദിബു ചന്ദ്രദാസ് ഉറച്ച ഹിന്ദു വിശ്വാസിയാണ് എന്നൊരു തെറ്റ് മാത്രമാണ് ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ തെറ്റ്. അപ്പൊ ഇതൊന്നും അത്ര സുഖകരമായിട്ടുള്ള ഒരു മട്ടിലേക്കല്ല കാര്യങ്ങൾ പോകുന്നത്. ഈ അവിടെയുള്ള പോലീസ് വിഭാഗം തന്നെയാണല്ലേ, സേനാ വിഭാഗം തന്നെയാണ് ഈ ഭീകരന്മാർക്ക് പച്ചയ്ക്ക് കത്തിക്കാൻ വേണ്ടിയിട്ട് ദിബു ചന്ദ്രദാസിന് ഇട്ടുകൊടുക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഓരോരു വിരോധാഭാസം. അവിടുത്തെ പോലീസിംഗ് എന്ന് പറയുന്ന അങ്ങേയറ്റം വർഗീയവൽക്കരിക്കപ്പെട്ട വിഷലിപ്തമായിട്ടുള്ള ഒരു പോലീസ് സംവിധാനമാണ്, പോലീസിംഗ് ആണ് അവിടെ ഉള്ളത്. അല്ല, അവിടുത്തെ പോലീസും സൈന്യവും എല്ലാം ആ മട്ടിലാണ്. അത്തരത്തിലൊരു സൈന്യത്തെയൊക്കെ വിശ്വാസത്തിലെടുത്തുകൊണ്ട്, ഭരണകൂടത്തെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഭാരതം മൗനം പാലിക്കേണ്ടതുണ്ടോ, രാജ്യാന്തര സമൂഹം മൗനം പാലിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. അല്ല, ഇവിടെ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ബംഗ്ലാദേശിന്റെ കലാപ സാഹചര്യത്തിൽ ഭാരതം ഇടപെട്ടാൽ പാകിസ്ഥാന്റെ ഇടപെടലുണ്ടായേക്കും, ഇവിടെയുള്ള ആഭ്യന്തര കലാപത്തിനുള്ള സംവിധാനങ്ങൾ ഇവിടെ പലതും ചെയ്തു വെച്ചിട്ടുണ്ട് എന്നിങ്ങനെയൊക്കെയുള്ള പ്രചാരണങ്ങളൊക്കെ കേന്ദ്ര ഏജൻസികളെ ചൂണ്ടിക്കാണിച്ച് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അത് മുഖവരക്കെടുത്തുകൊണ്ടാണോ ആഭ്യന്തര വകുപ്പും വിദേശകാര്യ വകുപ്പും പ്രതിരോധ വകുപ്പും ഒക്കെ, അല്ലെങ്കിൽ ഒരുപക്ഷെ പ്രധാനമന്ത്രി തന്നെ കുറച്ചുകൂടെ ജാഗ്രതയോടുകൂടിയോ കുറച്ചും കൂടെ സാവകാശം ഇത് അവധാനതയോടുകൂടെ കൈകാര്യം ചെയ്യാം എന്ന് വിചാരിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇത് ആശങ്കാകുലമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. പച്ചയ്ക്ക് കൊളുത്തുക എന്നൊക്കെ പറയുന്നത് വലിയ ഒരു മനപ്രയാസമുള്ള ഇതാണ്. ഇതിനെ അനുകൂലിക്കുന്ന രീതിയിൽ എന്തിന് അവിടെ കൊല്ലപ്പെട്ട ആളുടെ സഹോദരൻ പറയാണ് യൂനുസിന് ഇലക്ഷൻ നടത്താൻ വേണ്ടി താല്പര്യമില്ല. യൂനുസിന് ഇലക്ഷൻ നടത്താൻ വേണ്ടി താല്പര്യമില്ല. യൂനുസിന്റെ പങ്ക് സംശയിക്കുന്ന മട്ടിൽ അദ്ദേഹത്തിന് ആ കൊല്ലപ്പെട്ട ഈ ഇൻകുലാബ് മഞ്ചോയുടെ നേതാവിന്റെ സഹോദരൻ വെളിപ്പെടുത്തൽ നടത്തുകയാണ്. സംശയമന ഇപ്പോഴും യൂനുസിന്റെ മേലെയും യൂനുസിന്റെ അനുയായികളുടെ മേലെയുമാണ്. എന്നിട്ടും ഇതിനെ ഈ ഒരു സാഹചര്യത്തെ അവരിൽ നിന്ന് ശ്രദ്ധ തിരിച്ചു മാറ്റുന്നതിന് വേണ്ടി വ്യാപകമായിട്ടുള്ള ഹിന്ദു പീഡനങ്ങൾ അല്ലെങ്കിൽ കൂട്ടക്കൊലകൾക്ക്, ഇത്തരത്തിലുള്ള മൃഗീയമായിട്ടുള്ള പ്രവണതകൾക്ക് അരങ്ങൊരുക്കുകയാണ്. അപ്പോൾ സംശയം അദ്ദേഹത്തിലേക്ക് നീളുന്നു എന്ന് കാണുമ്പോൾ നേരെ വഴിതിരിച്ചു വിടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എന്നിട്ട് കള്ളപ്രചരണം നടത്തുകയാണ് ഭാരതത്തിലടക്കമുള്ള മാധ്യമങ്ങൾ. ഇവിടെ ഈ കൊല്ലപ്പെട്ട ആളെ ഏറ്റവും കൂടുതൽ ഹിന്ദു വിദ്രോഹ പ്രവർത്തികൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ് ഈ കൊല്ലപ്പെട്ട ആൾ. അതെ, ആ കൊല്ലപ്പെട്ട ഷെരീഫ് ഉസ്മാൻ ഹാദി എന്ന് പറയുന്നത്. ആ ഷെരീഫ് ഉസ്മാൻ ഹാദിയെ മഹത്വവൽക്കരിച്ചുകൊണ്ടുള്ള ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന മലയാള മാധ്യമങ്ങളുണ്ട്. അപ്പൊ ഇവരുടെയൊക്കെ മാനസിക നില എന്താണ്? ഇവിടെ സമാനമായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലോ ഏതെങ്കിലും ഒരു കലാപം ഉണ്ടായാൽ ഇവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലായിരിക്കും? അങ്ങ് എവിടെയോ പാലസ്തീനിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇവിടെ കണ്ണീരൊഴുക്കുന്ന ദിവസങ്ങളോളം പ്രകടനങ്ങളും കരച്ചിലുകളും നിലവിളികളും ഒരുക്കുന്ന ആളുകൾക്ക് ഒരു ചെറിയ പ്ലക്കാർഡ് പിടിക്കാൻ വേണ്ടിയിട്ട് ഈ ബംഗ്ലാദേശിലെ നീറുന്ന ജനതയുടെ പ്രശ്നങ്ങളിൽ ഒരു പ്ലക്കാർഡ് പിടിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ കാപട്യം, ഇവിടുത്തെ മാധ്യമപ്രവർത്തകരുടെ കാപട്യം, ഇവിടുത്തെ പൊതുപ്രവർത്തകരുടെ കാപട്യം, ഇവിടുത്തെ സാംസ്കാരിക നായകന്മാരുടെ കാപട്യം, മനുഷ്യാവകാശ സംഘടനകളുടെ കാപട്യം എന്ന് പറയുന്നത്. ഇത് വളരെ കാപട്യപൂർണ്ണമാണ്. നമ്മൾ ബംഗ്ലാദേശിലേക്ക് മാത്രമല്ല നോക്കേണ്ടത്, ബംഗ്ലാദേശിനെ നോക്കിക്കാണുന്ന ഭാരതത്തിന്റെ മണ്ണിൽ നിൽക്കുന്ന ആളുകളുടെ കാപട്യം കൂടെ നമ്മൾ ഈ അവസരത്തിൽ തിരിച്ചറിയണം എന്നാണ്. അതായത് ഇതിൽ വളരെ കൃത്യമായിട്ടുള്ള വിവേചനമുണ്ട്. അവർ കൊല്ലപ്പെടേണ്ട ആളുകളാണ് എന്ന് പറയുന്ന മട്ടിലാണ് പണ്ട് ഏഷ്യാനെറ്റിലെ ഒരു ചാനൽ പ്രവർത്തകർ പറഞ്ഞില്ല, അവര് BJP-ക്കാരല്ലേ, അടികിട്ടിക്കോട്ടെ കൊല്ലപ്പെടട്ടെ എന്ന് പറഞ്ഞില്ലേ ബംഗാളില്. അതേ മാനസിക നിലയാണ്. ഇത് പറയുന്നില്ല എന്നേ ഉള്ളൂ, നില അതുപോലെ തന്നെയാണ്.